ചെയ്യുന്നതിന് സ്വാഗതിച്ച അടുത്തതായി കാസർഗോഡ് 2.0 വെബ്സൈറ്റ് ലോഞ്ചിന് അതിൽ നിന്നുള്ള ചീഫ് ഗസ്റ്റായി സംസാരത്തിന് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ക്ഷണിച്ചുകൊള്ളു. പ്രതീക്ഷിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരിപാടി വിളിച്ചിരുന്നെങ്കിലും അവർക്ക് വരാൻ പറ്റിയില്ല, തിരക്കിലാണെന്ന് പറഞ്ഞു. ടൗൺ എസ് ഐയെ വിളിച്ചിരുന്നു. അടുത്ത പരിപാടി അവരുണ്ടാവുന്ന പ്രതീക്ഷ. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തൻവീർ സ്കൂൾ അധ്യാപകനും നമ്മൾ എന്ത് പരിപാടി വെച്ചാലും എപ്പോഴും പൂർണ്ണ പിന്തുണമായി എൻ്റെ കൂടെ ഉണ്ടാവുന്ന സുബിൻ സാറിനെ ക്ഷണിച്ചുകൊള്ളും. പല രീതിയിലുള്ള ഫ്രീ മാർക്കറ്റ് ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ ഒരു ആഗ്രഹം വന്നു, എന്തുകൊണ്ട് കാസർഗോഡ് ഒരു ഫ്രീ മാർക്കറ്റ് വെച്ചുകൂടാ, റൈറ്റ്? അപ്പം ഫ്രീ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇൻസ്റ്റഗ്രാം ബേസ്ഡ് ആയിട്ട് വീട്ടിനുള്ളിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, റൈറ്റ്? അവർക്ക് ഒരു വേദി ഒരുക്കാന്നുള്ളത് ഒരു മോട്ടോ ആണ് ഒരു ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് വീട്ടിനുള്ളിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റാൾ ഇട്ടിട്ട് പിന്നെ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ വിൽക്കാനുള്ള, അവരെ പ്രൊമോഷൻ ചെയ്യാനുള്ള ഒരു വേദി എന്നുള്ള രീതിയിലാണ്. ഇപ്പം കഴിഞ്ഞ വർഷം നമ്മൾ 6 വർഷം മുമ്പ് ചെയ്ത സമയത്ത് നമ്മൾ കൂടെ വന്നത് 20 സ്റ്റാളുകളായിരുന്നു അന്ന് ഉണ്ടായത്, റൈറ്റ്? പക്ഷേ അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ 20 സ്റ്റാൾ ഉണ്ടായി എന്നുള്ളതല്ല, ആ 20 സ്റ്റാളുകൾ കൂടിയിട്ട് 3 ദിവസത്തിൽ പറയുമ്പോൾ തന്നെ എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്. 10 ലക്ഷത്തിലേറെ പൈസ ആ സ്റ്റാളുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. അവര് ചിലപ്പം 5 മാസം എടുത്തിട്ടോ 6 മാസം എടുത്തിട്ടോ വീട്ടിൽ നിന്ന് സെല്ല് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ 3 ദിവസത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. അതിലുള്ള 1-2 സ്റ്റാൾ ഓണേഴ്സ് ഇവിടെ ഉണ്ട് ഇതാണ്. അതല്ലാണ്ട് ആ സ്റ്റാർ ഓണേഴ്സ് ഒക്കെ അന്ന് 1000 ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു, 500 ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ 2000 ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് ആ സ്റ്റാർ ഓണേഴ്സിന്റെ ഡാറ്റ മൊത്തം ഞാൻ ഇങ്ങനെ പരിശോധിച്ചിട്ടായിരുന്നു അവരെവിടെയാണുള്ളത്, പണ്ട് നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ എവിടെയാണുള്ളത് എന്നുള്ളത് നോക്കുമ്പോൾ എല്ലാവരും കൂടിയിട്ട് 2,50,000 ഫോളോവേഴ്സിലേക്ക് അവര് ഗ്രോ ചെയ്തിട്ടുണ്ട്. അതും വലിയൊരു കാര്യം തന്നെയാണ്. അന്ന് ചെറിയ സ്പേസിൽ നമ്മൾ ഏറ്റവും എന്താ പറയാ ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്തതാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, രാത്രി വന്നിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയുന്നത് ആൾക്കാരെ തിരക്കും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് കാസർഗോഡ് നന്നായിട്ട് നമ്മൾ വെൽക്കം ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് 6000 പേരായിരുന്നു വാക്കിങ്സ് ആയിട്ട് നമുക്ക് 3 ദിവസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നുണ്ടായ എനിക്ക് ഓർമ്മയുണ്ട്, മിഡ് വ്ലോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അവൻ അന്നൊരു ചെറിയൊരു ആണി കൊണ്ട് പിന്നെ ഇതുണ്ടാക്കുന്ന ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഹീസ് എ ഗ്രേറ്റ് കാസർഗോഡ് എന്നുള്ള വളരെ അറിയപ്പെടുന്ന ബ്ലോഗേഴ്സ് ആണ്. അതുപോലെ ഒരുപാട് കാസർഗോഡ് ഒപ്പന, കാസർഗോഡ് മറിഞ്ഞു പോയ സിംഗേഴ്സിനൊക്കെ കൊണ്ടുവന്ന ഒരു വേദിയായിരുന്നു. അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ആഗ്രഹം. ഇത് എല്ലാ വർഷവും 3 പ്രാവശ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിലേക്ക് ഒരു കോൾ വരും. സോൾ ബ്ലസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനാണ് കോൾ വരുന്നത്. അപ്പൊ ഇവർ അന്ന് നമ്മൾ 6 വർഷം മുമ്പ് സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാ ദിവസവും ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടൊരു, കാരണം ഞങ്ങൾ പേജ് ഒന്നും നോക്കാറുണ്ടായിരുന്നില്ല, ഒരു 4-5 മിസ് കോളൊക്കെ അതിലുണ്ടാവും. നിങ്ങൾ എപ്പോഴാ ചെയ്യുന്നത് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാൾ കൺഫേം ആയിക്കോ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഈ മെസ്സേജസ് കോൾ വരുമ്പോഴൊക്കെ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പം ഇത് ആൾക്കാർ ചോദിച്ചോണ്ടുണ്ട്, നമ്മൾ പിന്നെ പല തിരക്കിനിടയിലായി എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാതിരിക്കൽ ശരിയല്ല. ഇത് ഒരുപാട് ബിസിനസ് ഓണേഴ്സിന്റെയും SMEസിന്റെയും ഗ്രോത്തിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും. ഇത് നമ്മളല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യണം, ആരും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യണം എന്നുള്ളത്. ജംഗ്ഷനിൽ ഒരു ചെറിയൊരു വർക്ക് നടക്കുന്നത്, വലിയ വർക്കല്ല, ചെറിയൊരു വർക്ക് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, നമ്മുടെ സർവീസ് റോഡിലെ കൂടിയിട്ട് കുറേ വലിയ വണ്ടികൾ വന്ന് ആ വണ്ടികളൊക്കെ ടൗണിൻ്റെ അകത്ത് കയറി എളുപ്പത്തിന് വേണ്ടി ചണ്ഡീഗഡ് റോഡിൽ പോയി കാഞ്ഞങ്ങാട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു സംവിധാനമാണ്. അത് നിർത്തലാക്കാത്തിടത്തോളം കാലം നമ്മുടെ കാസർഗോഡ് ടൗൺ ഇങ്ങനെ തന്നെ ഉണ്ടാവും, അത് സംശയമില്ല. അത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ അവർ പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുക്കളത്തിൽ നിന്ന് അപ്പുറം റോഡ് ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ട് അതിൽ വിടാൻ പറ്റുന്നില്ല എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളിവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ഫ്രീ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ആളുകളാണ് എൻ്റെ മുമ്പിൽ. കാസർഗോഡ് നാളെ എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളാണ് എൻ്റെ മുമ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറേ ധാരണകളുണ്ടാവും.
കാസർഗോഡ് നമ്മുടെ പ്രദേശത്ത് എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാവും. അത് മനസ്സുകളിൽ മാത്രം വെച്ചാൽ പോരാ, നമുക്കത് ബന്ധപ്പെട്ട വേദികളിൽ നമുക്ക് അത് അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം. എങ്കിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ കാസർഗോഡ് ഫ്രീ എന്ന പേരിൽ ഇവിടെ വലിയൊരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. നേരത്തെ നടന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുകയും ഒരുപാട് ബിസിനസ്സുകാർ, ചെറുകിട തൊഴിലാളികൾ, ബിസിനസ്സുകാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ കാസർഗോഡ് ഫ്രീ എന്ന് പറയുന്ന സംവിധാനത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ കാസർഗോഡ് എപ്പോഴും പിന്നിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് പിന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ള ജില്ലകളിലേക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും പോകുന്ന ഒരവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ എന്താണ് അതിൽ വരുന്നത്? നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകും, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്, റിട്ടേൺസ് കിട്ടുന്നില്ല. എവിടെ കിട്ടുന്നില്ല? ഏത് കമ്പനി തുടങ്ങുന്ന ആ കമ്പനി തുടങ്ങുന്ന ആളുകൾക്ക് കിട്ടും. പക്ഷെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത് കിട്ടുന്നില്ല. കുറേ ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ വലിയൊരു കമ്പനി ഇവിടെ ഉണ്ടാക്കിയാൽ നമുക്ക് അത് സാധിക്കും. പക്ഷെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എടുക്കാൻ നമ്മൾ എപ്പോൾ നമ്മൾ പിന്നിലാണുള്ളത്. പക്ഷേ നേരെ മറിച്ച് വേറെ ഏതെങ്കിലും കമ്പനിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു കമ്പനി ഇടാൻ നമുക്ക് വലിയ താല്പര്യമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മാറ്റങ്ങൾ വരുന്നത്. കാസർഗോഡ് നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല ബിസിനസ് കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് കാസർഗോഡ് എന്നുള്ളത്. ഇപ്പോൾ പല വിധത്തിലുണ്ടാകും. കാസർഗോഡിൻ്റെ ഡെവലപ്പ് വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ടൂറിസം മേഖലയിലാണ്. ഈ ടൂറിസം മേഖലയിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കും. ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ചു തന്ന സ്ഥലങ്ങൾ നമ്മുടെ കാസർഗോഡ് പ്രദേശത്തുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ വ്യവസായ സംരംഭത്തിന് കൂടി ഒരു നാടിനെ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിപ്പിക്കുന്നുണ്ടെങ്കിൽ കാസർഗോഡ് ഏറ്റവും കൂടുതൽ നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ഈ നാടിനെ ഏറ്റവും നല്ല ഉയരങ്ങളിൽ എത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന യുവാക്കളാണ്, യുവാക്കളും യുവതികളാണ് എൻ്റെ മുമ്പിലൂടെ നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് പറയും സാധാരണ ടൂറിസം എത്ര എളുപ്പമാണ് നമുക്ക് പറയാം. ടൂറിസം കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ എളുപ്പമാണ്. നമുക്ക് അവിടെ പാർക്കാർക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരിക അല്ല അതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ലക്ഷ്യം, കൃത്യമായ ലക്ഷ്യം നമുക്ക് വേണം. ഒരു പാർക്ക് അല്ലെങ്കിൽ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്കുണ്ടാകും. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ്? ഒരാൾ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം വേണം, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകും. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, നമുക്ക് കേരള സംസ്ഥാനത്ത് 5 സ്റ്റാർ ഹോട്ടലുകൾ, നല്ല കൃത്യമായിട്ട് ഹോട്ടലുകളുള്ള ഒരു ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലയാണ്. പക്ഷെ അത് എത്രമാത്രം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അത് അറിയുന്നുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനം നമ്മുടെ കാസർഗോഡിൽ ഉണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ടൂറിസം മേഖലയിലേക്ക് നമ്മുടെ യുവാക്കളുള്ളതാണ്. യുവാക്കൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ ടൂറിസം മേഖലയിലേക്ക് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് ആ രീതിയിലേക്ക് കാസർഗോഡിനെ കൊണ്ടുവന്നാൽ ഒരുപാട് ഡെവലപ്മെന്റ് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ട്രാഫിക് ജാം എന്താണ്? 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ റോഡ് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പക്ഷേ ഒരു ദിവസം നമ്മുടെ കാസർഗോഡ് നമ്മുടെ ഈ ടൗൺ പ്രദേശത്തുള്ള കാർ ഷോപ്പിൽ നിന്ന്, ബൈക്ക് ഷോപ്പിൽ നിന്ന് ഒരു ദിവസം ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ കണക്ക് കൃത്യമായി എടുത്താൽ ഏകദേശം 10-15 കാർ ഷോറൂമുകളുണ്ട് നമുക്ക്. അതുപോലെ തന്നെ 2 വീലർ ബൈക്കിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ ഓരോ വണ്ടി ഒരു ദിവസം പറഞ്ഞ് ഒരു ദിവസം എത്ര വണ്ടി, അത് മാസത്തിൽ കണക്ക് കൊടുക്കും, കൊല്ലത്തിൽ കണക്ക് കൊടുക്കും. പക്ഷേ റോഡുകളുടെ വീതിയും നീളവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അഥവാ ഇനി അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ തുനിഞ്ഞാലോ അതിനും എതിരായിട്ട് ആളുകൾ. നമുക്കറിയാം, നമ്മുടെ താലങ്ങാടി ഭാഗത്ത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ വേണം. എല്ലാം നമ്മൾ വികസനം വേണം എന്ന് പറയുമ്പോൾ ആ വികസനത്തിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം വേണം.
അപ്പോൾ അവിടെ വികസനം വരുമ്പോൾ ചില ആളുകൾക്ക് നേട്ടമുണ്ടാവും, കോട്ടമുണ്ടാവും. അതല്ല നോക്കേണ്ടത്. നമുക്ക് അതിനപ്പുറമുള്ള 10, 15, 20 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ നാട് എങ്ങനെ ആയിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ നമ്മുടെ കാസർഗോഡ് ഫ്രീ എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇവിടെ നിരത്തുകയുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ അതിൽ അവർ ആഗ്രഹിക്കുന്ന കാസർഗോഡിൻ്റെ തനിമ അല്ലെങ്കിൽ കാസർഗോഡിൻ്റെ ഉൽപ്പന്നങ്ങൾ അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പോൾ സാധാരണ നമുക്ക് പറയുന്നൊരു കാര്യമേ, നമ്മുടെ കേരള സംസ്ഥാനത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ജോലിയില്ല എന്നുള്ളത്. ഓക്കെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ജോലി ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ ജോലിയില്ല, ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ കേരള സംസ്ഥാനത്ത് മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകൾ ഇവിടെ ജോലി എടുക്കുന്നു. അപ്പോൾ ജോലിയില്ലേ? ജോലിയുണ്ട്. പക്ഷെ എന്താണ്? നമുക്ക് മടിയാണ്. ഇതേ ജോലി നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും പോയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മടിയന്മാരായിട്ട് നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ, ആ മാനസിക അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാറാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാസർഗോഡിനെ കാസർഗോഡായിട്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും, ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഏതായാലും നമ്മുടെ ഈ സംഘാടകർ ഇവിടെ നടത്തുന്ന ഈ വലിയൊരു പരിപാടിയാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതിന് പണം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, അതിനപ്പുറം നമ്മുടെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് ഒരുപാട് ആളുകൾ വരുവാൻ, അതിനെ മുമ്പന്തിയിൽ നിൽക്കുവാൻ ഇതിൻ്റെ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് സപ്പോർട്ട് കാസർഗോഡ് പുള്ളിക്ക് കിട്ടി. കാസർഗോഡ് പുള്ളിന്ന് മാത്രമല്ല, അത് ശരിക്കും പറഞ്ഞ ഒരു ജില്ല, നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരൻ കളക്ടറായി വന്നാൽ ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുക, അത്തരത്തിലുള്ള നിലപാടായിരിക്കും നമ്മുടെ സജിത് ബാബു സാറിൻ്റെ. ആ സമയത്താണ് ഈ ഫ്രീ വന്നത്. അത് വലിയൊരു ഗ്രാൻഡ് സക്സസ് ആയി. പക്ഷെ തുടർന്ന് പിന്നെ ഇങ്ങോട്ട് കോവിഡും ഒക്കെ ആയതുകൊണ്ടാണ് ഈ രണ്ടാം ഘട്ടം ഇത്ര വൈകിപ്പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ആരിസ് ഇതിനെ പറ്റി പറഞ്ഞത്, കാസർഗോഡിന് വേണ്ടി കാസർഗോഡുകാരെ വെച്ച് കാസർഗോഡ് നടത്തുന്ന പരിപാടി. പക്ഷെ അതിലേക്ക് ഒരു ആഡ് ഓൺ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കാസർഗോഡിന്റെ യുവത്വം നടത്തുന്ന പരിപാടി എന്ന് പറയണം ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിന്റെ പിന്നണിയിലുള്ളത് മുഴുവനും ഈ ജില്ലയിലെ യുവത്വം. അപ്പോൾ നമ്മുടെ ജില്ല ഈ ഒരു തരത്തിൽ പോയാൽ നമുക്ക് മറ്റ് ജില്ലകളെ പോലെ തന്നെ നമ്മുടെ ജില്ലയും വലിയൊരു നിലവാരത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം യുവാക്കൾ. അപ്പോൾ വീണ്ടും ഓർമ്മയിൽ സജിത് ബാബു സാറിന്റെ, അപ്പൊ സാറോട് ഒരു തവണ സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞത്, ചെറിയൊരു സമയത്തേക്കാണ് സാർ ഇങ്ങോട്ടേക്ക് വന്നത്. 2 മാസം കൊണ്ട് ഇവിടുന്ന്, സാധാരണ നമ്മുടെ ഓഫീസർമാരൊക്കെ അങ്ങനെയാണ് ചെയ്യുക, വന്നിട്ട് പെട്ടെന്ന് ഇവിടുന്ന് 1-2 മാസം കൊണ്ട് തിരിച്ചു പോകും. പക്ഷെ ഇവിടെ വന്ന് കാസർഗോഡിന്റെ അവസ്ഥ കണ്ടപ്പോൾ മൂപ്പർ തിരുവനന്തപുരംകാരൻ, അവിടെ മൂപ്പർക്ക് കിട്ടുന്ന സൗകര്യം അതൊക്കെ നമുക്കും കിട്ടേണ്ടതല്ല, നമ്മുടെ അവകാശമല്ലേ. അതായത് നമ്മൾ അടക്കുന്ന അതേ ടാക്സാണ് അവർ അടക്കുന്നത്, പക്ഷെ നമുക്കിതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ. ആ സമയത്താണ് ഇപ്പോൾ ഫ്രീയിലെ 2ാമത്തെ പതിപ്പ് ഇവിടെ വരാൻ പോകുന്നത്. അന്നിപ്പോൾ 20 കൗണ്ടർ ഉണ്ടായിരുന്നത്, ഇത്തവണ 50 എന്ന് പറയും. അന്നത്തെ സ്ഥലങ്ങളിൽ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പൊ ഷാഫിച്ച പറഞ്ഞ് നിർത്തിയ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഹൈവേ നമ്മളിന്ന് സജിത് ബാബു സാർ ഫ്ലൈ ഓവറിന്റെ കാര്യം പറഞ്ഞു. ഫ്ലൈ ഓവറുമായി എങ്കിലും തിരക്ക് കൂടിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നത്? ശരിക്ക് നമ്മൾ ഈ കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു എൻട്രി ഉണ്ടോ? ഇല്ലെങ്കിൽ കാസർഗോഡ് ടൗണിലേക്ക് ഒരു എക്സിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ കാസർഗോഡ് ടൗണിലേക്ക് വരുന്ന ഒരാൾക്ക് ഈ ഫ്ലൈ ഓവർ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് റഷ് ഒന്നുകൂടി വർദ്ധിച്ചതാണ്, അതെല്ലാം നമുക്ക് കുറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പ്ലാനിങ്ങിന് വലിയ കുറവുണ്ട്. ഇപ്പോ പിന്നെ പുതിയ ഗവൺമെന്റ് നിലവിൽ വന്നു. അത് കഴിഞ്ഞ് ഒരു 3 മാസം കൊണ്ടെന്ന് തോന്നുന്നു നമ്മുടെ
അന്നത്തെ കളക്ടർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി, സജിത് ബാബു സാർ. മറ്റൊരു കളക്ടർ വന്നു, വേറെ ഭാഷക്കാരി. അത് നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് ഒരു മന്ത്രിയുമില്ല. അതിനുശേഷം ഞാൻ തിരുവനന്തപുരം പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഒരാളോട്, ഞാൻ ആളെ പേര് പറയുന്നു, സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്താ ഞങ്ങളുടെ ജില്ലയുടെ കേരളത്തിൽ പെട്ടതല്ലേ, നമുക്ക് ഒരു മന്ത്രിയില്ല. പിന്നെ എൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞ് ഇത് നല്ലൊരു കളക്ടർ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഭാഷയില്ലാത്ത ഒരാളെ കൊണ്ടുപോയി എന്ന് മറ്റൊരു ഭാഷയോട് പറഞ്ഞു. പിന്നെ കണ്ണൂർ സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ 400 കോടി രൂപയുടെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ശരിക്ക് കാസർഗോഡ് ടൗണിൽ നമുക്ക് മറ്റ് ജില്ലയിൽ ഏതെങ്കിലും ടൗണായി നമുക്ക് നമ്മുടെ ഈ കാസർഗോഡ് ടൗണിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഈവൻ കാഞ്ഞങ്ങാടുമായി കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ടൗണിലുണ്ട്. അപ്പോൾ കൃത്യമായൊരു പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ട്, സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ ഏതായാലും ഒരു DPR തയ്യാറാക്കുക, DPR തയ്യാറാക്കി സബ്മിറ്റ് ആക്കുക. മറ്റു കാര്യങ്ങൾ ഇവിടെ തന്നെ കാണേണ്ടത്, അതിനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇത് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പിന്നെ നമുക്ക് ഇതിനൊരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, ഇങ്ങനൊരു പിന്നെ ചാൻസ് നമുക്കുണ്ട്, അവർ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരാതിന് ശേഷം ഒരു ചർച്ച അതിനെ പറ്റിയിട്ടുണ്ടാക്കി. അപ്പൊ ഇനിയും ഇപ്പോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞതുപോലെ ഇനിയും നമുക്ക് അതിനുള്ള സാഹചര്യം നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ സിറ്റിയിൽ ഏത് രീതിയിലാക്കി മാറ്റണം, അത്തരത്തിലൊരു DPR നമ്മൾ ഉണ്ടാക്കി നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്ത് നോക്കിയാലും നമുക്ക് അറിയുള്ളൂ അവർ തരുവോ ഇല്ലയോ. അപ്പോൾ അതല്ലാതെ നമ്മൾ ഇവിടെയുള്ള കുറവുകളെ പറ്റി പറയും. നമ്മൾ ഈ കാസർഗോഡ്, ഇപ്പോൾ ഞാനൊരു 5-6 വർഷം ഇവിടെ കച്ചവടം ചെയ്ത ആളാണ്. നമുക്ക് ഈ കാസർഗോഡ് ടൗണിലുള്ള ആൾക്കാർക്ക്, ഇനി പൊതുവെ നമ്മൾ ഈ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർക്ക്, നമുക്ക് ഈ കാസർഗോഡ് ടൗണിൽ വലിയ ഷോപ്പുകളൊന്നും സക്സസ് ആവുന്നില്ല. ആണല്ലോ, വലിയ ഷോപ്പുകളൊന്നും സക്സസ് ആവുന്നില്ല. 1-2 ഷട്ടറിനകത്തുള്ള കാര്യങ്ങളാണെങ്കിലും ഓക്കെ. കാരണം നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് കസ്റ്റമർ ഇല്ല. നമുക്ക് ഇന്നും നാളെയും മറ്റന്നാളും എല്ലാം വരുന്നത് ഒരേ ആളാണ്. ആ ആള് 3-ാമത്തെ ദിവസം വന്ന് ചോദിക്കാണ് പുതിയതെന്ന് വന്നിട്ടുള്ളത്. എന്ത് കാണിക്കാൻ പറ്റുന്നത്? നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പുതിയ സാധനം എടുക്കാൻ പറ്റും. ഒരു പിന്നെ വലിയ ഷോപ്പ് ആയി കഴിഞ്ഞെങ്കിൽ എങ്ങനെ എല്ലാ ദിവസവും പുതിയ സാധനം അവർക്ക് കൊടുക്കാൻ പറ്റും? അപ്പൊ ഡെഡ് സ്റ്റോക്ക് എത്ര വരും? അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടാണ് ചെറിയ ഷോപ്പുകൾ മാത്രം നമ്മളിവിടെ സക്സസ് ആണ്. നമ്മളൊരു എന്ന് പറയുന്നത് നമ്മുടെ രീതി അങ്ങനെ ആയിപ്പോയി. നമുക്ക് കാസർഗോഡ് തന്നെ തൃപ്തിയാവില്ല. നമുക്ക് മംഗലാപുരം പോകണം, അതില്ലെങ്കിൽ എറണാകുളം പോകണം, ഇല്ലെങ്കിൽ കോഴിക്കോട് പോകണം. ഇപ്പൊ ഈ ഹൈവേ കൂടി ആയതോടെ, ഈ ഫ്ലൈ ഓവർ വന്നതോടെ അത് ഒന്നും കൂടി നമുക്ക് ഈസിയായി. ചെറുക്കളിൽ നിന്ന് കയറി മാറ്റിയിട്ട് മംഗലാപുരം വൃത്തിയാവും. കാസർഗോഡ് ടൗണിങ്ങോട്ടേക്ക് നോക്കൂരും അടിച്ചെന്ന് പോകും. നമുക്ക് 1.5 മണിക്കൂർ മതി. അതുപോലെ EV വെഹിക്കിൾസിന്റെ കാലമാണ്, വലിയ ചെലവുമില്ല പോയി വരാൻ. അപ്പോ ഒന്നുകൂടി ഞാനിപ്പോ മുനിസിപ്പൽ ചെയർമാനോട് ഒക്ടോബർ ലാസ്റ്റ് വീക്കോളെത്തും തോന്നും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ. അങ്ങനെയാണ് അറിഞ്ഞത്. നമുക്ക് DPR തയ്യാറാക്കി നമുക്ക് കൊടുത്തു നോക്കണം കാര്യം. ഇനി നമ്മൾ ഇറങ്ങിയാലും അതിനുശേഷവും ഇപ്പൊ അമ്പാചാക്കൽ ഇടപെടുന്ന പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി പുതിയ വരുന്ന പിന്നെ കമ്മിറ്റിയോടാണെങ്കിലും നമുക്ക് അത്തരത്തിലൊരു DPR തയ്യാറാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. കൊടുത്തു നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം തരുന്നോ ഇല്ലയോ. എന്തായാലും നമുക്ക് കൊടുത്തു നോക്കാം, തരും എന്ന് പ്രതീക്ഷിച്ചു. ഒരു പിന്നെ ഇതുകൂടിയാണ് ഇപ്പൊ ഈ ഫ്രീ ഏറ്റെടുത്തിട്ടുള്ളത്. അത് നിരന്തരം നമ്മൾ നടത്തിയാൽ മാത്രമേ അത് നമ്മുടെ ആൾക്കാരുടെ മനസ്സിലേക്ക് കയറുള്ളൂ. അത് കുറച്ചു കാലം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ഒരു കൾച്ചർ മാറുന്നുണ്ട്. നമുക്ക് നമ്മുടെ കാസർഗോഡ് മതി. കാരണം മറ്റെവിടെ കിട്ടുന്നതിനേക്കാൾ ഈവൻ ഫാഷൻ കാസർഗോഡാണ് ആദ്യം ഒന്ന് ഫാഷൻ ലോഞ്ച് ചെയ്യും. എങ്കിലും നമുക്കത് മംഗലാപുരത്ത് വാങ്ങിച്ചാൽ സമാധാനമാവുള്ളൂ. ഇവിടുന്ന് ഉണ്ടാക്കി ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് പോയ സാധനം നമുക്ക് മംഗലാപുരത്ത് പോയി കുറച്ചധികം പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ നമുക്ക് സമാധാനമാണ്. പിന്നെ വ്യവസായത്തിന്റെ കാര്യം പറയുന്നത്, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമി പിന്നെ ഓപ്പണായി കിടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. പണ്ട് നമുക്ക് ഈ മംഗലാപുരം എയർപോർട്ട് ആയതിനു ശേഷം നമ്മളൊക്കെ പറഞ്ഞു തുടങ്ങി. പണ്ടത്തെ പോലെയല്ല, ദുബായ് ഇപ്പൊ കുറെ അടുത്താണ് നമുക്ക്. പണ്ട് നമ്മൾ മംഗലാപുരത്ത് ഫ്ലൈറ്റ് കയറി ബോംബെ പോയി ടെസ്റ്റ് ഫ്ലൈറ്റിൽ അവിടുന്ന് ദുബായി പോകുന്ന ഒരു സാഹചര്യം മാറി. മംഗലാപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ആയപ്പോൾ നമുക്ക് ദുബായ് കുറെ അടുത്തായി. ഈ ഹൈവേ ഓപ്പൺ ആകുന്നതോടുകൂടി
നമുക്ക് മംഗലാപുരത്തുള്ള ഹാർബർ അത് നമുക്കും കൂടി ഒരു ഹാർബറായി മാറാൻ പോവുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടുള്ള ഒരു സ്ഥലമായി മാറും കാസർഗോഡ്. മംഗലാപുരത്ത് വലിയ എക്സ്പെൻസ് ആണ്, അതൊന്നും പ്രശ്നമല്ല നമ്മുടെ ജില്ലയിൽ വന്ന് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ അതിന്റെയൊക്കെ തുടക്കം ഇപ്പൊ നമുക്ക് കാണുന്നുണ്ട്. ചട്ടഞ്ചാലി ജില്ലാ പഞ്ചായത്തിന് കണ്ടുള്ളത് ഒരു 10 ഏക്കർ വ്യവസായ ഭൂമിയുണ്ട്. ഇത്രയും കാലം അതിന് ഇവരൊന്നും ചെയ്തിരുന്നില്ല. ചെയ്യ ഭരണസമിതി ആ 10 ഏക്കറും ഏകദേശം 9ഓളം വ്യവസായികൾക്ക് ആ സ്ഥലം തരംതിരിച്ച് കൊടുത്തു. ഇനിയിപ്പോ അവിടെ കുറെ വ്യവസായങ്ങൾ വരാൻ പോവുക. അപ്പൊ അങ്ങനെ എങ്ങനെ നോക്കിയാലും കാസർഗോഡ് ഡെവലപ്പ് ആകുന്നുണ്ട്. അതിനൊരു സ്പീഡാക്കാൻ ഫ്ലീക്ക് പറ്റും. പോലീസ് മേധാവി ശില്പ മേഡം ഒക്കെ ആ പരിപാടിക്ക് വന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ്. കാസർഗോഡ് എപ്പോഴും വളരെ ട്രൈ ആണ്. കാസർഗോഡിൽ കിട്ടുന്ന ഇത്തരം അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളാണ് കാസർഗോഡിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്. 4 വർഷമായിട്ട് പത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പിടികൂടപ്പെടുന്നത് യുവാക്കളാണ്. എന്തുകൊണ്ടാണ് യുവാക്കൾ ഇങ്ങനെ മയക്കുമരുന്നിലേക്ക് അടിമപ്പെടുന്നു, ആ വഴിയിൽ പോകുന്നു എന്ന് വെച്ചാൽ അവർ എൻഗേജ്ഡ് അല്ല എന്നുള്ളതാണ്. അവരിങ്ങനെ തനിച്ചിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ കുറെ ദുഷ്ടചിന്തകൾ വന്നു കൊടുക്കും. അവിടെയാണ് ഫ്രീ പോലുള്ള ഇത്തരം ഉത്സവങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഫ്രീ പോലുള്ളവ കാസർഗോഡിൽ സജീവമാണ്. യുവാക്കളെ അന്ന് കൂട്ടിയതുപോലെ യുവാക്കളെ ഒത്തൊരുമിച്ച് കൂട്ടി അവർക്ക് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് സന്തോഷങ്ങൾ കാണിച്ചു കൊടുക്കണം, അവരെ ബിസിനസ്സിലേക്ക് താല്പര്യമാക്കി അവരെ കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ കഴിഞ്ഞ 6 വർഷം കാസർഗോഡ് ഫ്രീ മാറിയിരുന്നപ്പോൾ ഇവിടെ കുറ്റവാളികളുടെ എണ്ണം കൂടി. ഇനി വീണ്ടും ശ്രമിക്കണം. നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുക്തരാക്കാൻ വേണ്ടി അവരെ നല്ല രീതിയിലേക്ക്, നന്മയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഫ്രീ എല്ലാ കൊല്ലവും സജീവമാണ്. കാസർഗോഡ് ആഗ്രഹിക്കുന്നത് ഫ്രീ വരണം, എല്ലാ വർഷവും വരണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു തലമുറ വരികയുള്ളൂ. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ നഗരത്തിന്റെ ഗതാഗത പ്രശ്നങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. കാസർഗോഡ് നഗരത്തിന്റെ ഗതാഗതത്തെ കുന്നുകല്ലിരിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദിത്തം? വലിയ വികസനമാണ് വന്നിട്ടുള്ളത്. ഫ്ലൈ ഓവറൊക്കെ വരുമ്പോൾ 5-6 വർഷം മുമ്പ് ശരത് കുമാർ സാർ കളക്ടറായ സമയത്ത് അദ്ദേഹം അന്നൊരു പ്രൊജക്ട് അവതരിപ്പിച്ചിരുന്നു. കാസർഗോഡ് നഗരത്തിന്റെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈ ഓവർ കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പോൾ ഫ്ലൈ ഓവറൊക്കെ വന്നപ്പോൾ നഗരത്തിന്റെ തിരക്ക് കൂടിയിരിക്കുകയാണ്. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദിത്തം? നമുക്കൊന്ന് സ്വസ്ഥമായി സഞ്ചരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വിചാരിച്ച സമയത്ത് എവിടെയും പോകാൻ പറ്റുന്നില്ല. ഞാനിപ്പോഴും ആലോചിക്കുന്നത്, വെളിപ്പാടിയിൽ ഫ്രീ നടക്കുമ്പോൾ അവിടുത്തെ ഗതാഗത കുരുക്ക് മൂലം എത്ര പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? നഗരത്തിന്റെ റോഡുകൾ തകർന്നിട്ട് അത് നന്നാക്കാനുള്ള സമയം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്ന സമൂഹമായിട്ട് നമ്മൾ മാറിപ്പോയിരിക്കുന്നത്? നമുക്കും വേണ്ടേ മറ്റു നഗരത്തിൽ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ? അതുകൊണ്ട് ഈ ചെറുപ്പക്കാർ, ഈ ഫ്രീയുടെ പിന്നിൽ അണിനിരക്കുന്ന ഹാരിസ് അബൂബക്കറിന്റെയും ഖാലിദിന്റെയും അതുപോലെ സഹസമാന്റെയൊക്കെ പിന്നിൽ അണിനിരക്കുന്ന ഈ ഫ്രീയുടെ ചെറുപ്പക്കാർ ഈ ഉത്സവത്തോടൊപ്പം തന്നെ കാസർഗോഡ് നഗരത്തിന്റെ സർവോത്കൃഷ്ടമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഫ്രീക്ക് എല്ലാവരും ആശംസകൾ നേരുന്നു. 3 ദിവസമായിട്ട് ഞാൻ കാഴ്ച കണ്ടു. ഈ നവംബർ 7, 8, 9 തീയതികളിലായി ഞാൻ കുറച്ചുകൂടി പൊലിമയോടെ ആ കാഴ്ച കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഒരു സിനിമാ താരത്തിന് നല്ല മുഖമാണ് സ്ക്രീനിൽ വരുന്നത് ഏറ്റവും മികച്ച കാഴ്ചയെങ്കിൽ, ഒരു ബിസിനസ്സുകാരൻ തന്റെ പെട്ടിയിലിരിക്കുന്ന പണത്തിന്റെ കരമാണ് ഏറ്റവും വലിയ കാഴ്ചയെങ്കിൽ, ഒരു അധ്യാപകന്റെ ചെറുപ്പക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനായ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാഴ്ചകൾ എനിക്ക് സമ്മാനിക്കുന്ന ഒരു സംഭവമായി മാറാൻ പോവുകയാണ് കാസർഗോഡ് ഫ്രീ. ഇവിടെ കാസർഗോഡ് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഷാഫി സംസാരിച്ചു, അബ്ബാസിക സംസാരിച്ചു, ഷാനവാസ് സാർ സംസാരിച്ചു. ഞാൻ ഇവിടെ 4 യുവജന പ്രസ്ഥാനങ്ങളുമായി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ഇടം, ഐ ഡ്രീം അബൌട്ട് മാൻകൈൻഡ്. 5 ഫിലിം ഫെസ്റ്റിവൽ ഞങ്ങൾ നടത്തി. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റി 4 ഒപ്പരങ്ങൾ ഞങ്ങളോട് നടത്തി. ഫയർഫ്ലൈസ്, ഫയർഫ്ലൈസ് അതുമായിട്ട് ബന്ധപ്പെട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രോഗ്രാംസ് നടത്തി. ജൂട്ടു, ജാസ്മാൻ, ഹാരിസ്, ഖാലിദ്, ഇവരോട് ബന്ധപ്പെട്ട് കുറെ കൊറോണ സമയത്ത് കുറെ പ്രോഗ്രാം നിങ്ങളൊക്കെ
ശ്രദ്ധിച്ചോ എന്നറിയില്ല, സജിത് ബാബു സാറിന്റെ പേര് ഒരു ഞെട്ടിൽ സമ്മാനിച്ചുകൊണ്ടാണ് കാസർഗോഡ് അരങ്ങേറിയത്. ഒരു കുഞ്ഞു സ്ഥലത്ത് കടല് പോലെ ആളുകൾ ആ തിരുത്തുന്നത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ കാസർഗോഡ് ഞെട്ടുകയായിരുന്നു. വീണ്ടും ഫ്ലീ അതിൻ്റെ വരവറിയിക്കുമ്പോൾ എല്ലാവരെയും പോലെ ഞാനും അതിയായി സന്തോഷിക്കുന്നു. കാരണം ഫ്ലീ എന്നത് സംരംഭത്വമുള്ള ആളുകളെ, സംരംഭകരെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഉയർത്തുകയും അത് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് സഹായമാകുന്ന രീതിയിലുള്ള വലിയൊരു മുമ്പോട്ട് പോകലിന് സാധ്യമാവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഫ്ലീക്ക് രണ്ടാമത് വരാൻ കഴിഞ്ഞത്. കാരണം എല്ലാത്തിൻ്റെയും അടിത്തറ എന്നത് സാമ്പത്തികമാണ്. എല്ലാ സാംസ്കാരിക മുഖങ്ങളും കെട്ടിപ്പൊക്കിയത് സാമ്പത്തികമായ അടിത്തറയ്ക്ക് മുകളിലാണ്. ഫ്ലീ വീണ്ടും വരുമ്പോൾ പിന്നെ സീനിയർ ആർട്ടിസ്റ്റ് ആസിഫ് കാസർഗോഡ്, ഫെമിലി ഗ്രൂപ്പ് ഫൗണ്ടർ അസ്മിയ നിസാർ, കൂടാതെ തന്നെ ബഷീർ തൊട്ടാൽ ഓരോരുത്തർക്കും നമ്മുടെ കാസർഗോഡ് ഫ്ലീയുടെ പേരിലും ഒരുപാട് നന്ദി അറിയിച്ചു. ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേടാ കെട്ടി വിളയ്ക്കുന്ന കൂട്ടങ്ങളുടെ ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേടാ ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങളുടെ ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേടാ ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങളുടെ ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേടാ ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങളുടെ ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊണ്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേടാ ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങളുടെ ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട. ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.
ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, a glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.